വയനാട്ടിലും റായ്ബറേലിയിലും മത്സരിച്ച് 2 സീറ്റിലും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞ് റായ്ബറേലി നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അതുപോലെ രാഹുലിന് പകരമായി വയനാട്ടിൽ നിന്നും പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനാൽ വയനാട്ടിലെയും കേരളത്തിലെയും UDF പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. എന്നാൽ അമിത ആവേശം വേണ്ട എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കാരണം ഒരു വലിയ ദേശീയ നേതാവായ ജയൻ കില്ലറിനെയാണ് BJP വയനാട്ടിൽ മത്സരിപ്പിക്കാൻ പോകുന്നത്. ഇപ്രാവശ്യം വയനാട്ടിൽ BJP ടിക്കറ്റിൽ മത്സരിച്ചത് ഗണപതിവട്ടം സുരേന്ദ്രൻ ആയിരുന്നല്ലോ. അതുകൊണ്ട് പാവൻ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ഈസി വാക്ക് ഓവർ ലഭിച്ചു. വെറും 4 ലക്ഷത്തോളം വോട്ടിന് മാത്രമാണല്ലോ അദ്ദേഹം അവിടെ വിജയിച്ചത്. എന്നാൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക അവിടെ വിയർക്കുമെന്ന് മാത്രമല്ല, പരാജയമാണ് പ്രിയങ്കയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതാവാം കൂടുതൽ ശരി. കാരണം എന്തെന്നല്ലേ, കഴിഞ്ഞ 5 വർഷമായി മോദി ക്യാബിനറ്റിൽ രാഹുൽ ഗാന്ധി കാര്യമന്ത്രിയായി മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്മൃതി ഇറാനിയെയാണ് പ്രിയങ്കയ്ക്ക് എതിരാളിയായി വരുന്നത്. രാഹുൽ ഗാന്ധി ഡിപ്പാർട്ട്മെന്റിൽ സ്തുത്യർഹമായ സേവനമാണല്ലോ അവർ കഴിഞ്ഞ 5 വർഷമായി കാഴ്ചവെച്ചത്. അതുപോലെ ഇന്ത്യയിൽ 13 രൂപയ്ക്ക് പഞ്ചസാരയും 250 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറിൽ ലഭിക്കുന്ന ഒരേ ഒരു സ്ഥലം വിസ്മൃതിയുടെ അമേത്തി മാത്രമാണെന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഉള്ളിക്കാണെങ്കിൽ കർഷകർക്ക് കിലോയ്ക്ക് 100 രൂപയും കൺസ്യൂമേഴ്സിന് കിലോയ്ക്ക് 10 രൂപയ്ക്കുമാണ് അമേത്തിയിൽ ലഭിക്കുന്നതെന്നാണ് അറിവ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിസ്മൃതിക്കെതിരെ ഇതുവരെ ആരും പേര് പോലും കേട്ടിട്ടില്ലാത്ത കോൺഗ്രസിലെ ഏറ്റവും വലിയ നേതാവിനെ നിർത്തിയതിനാൽ മാത്രം വെറും 1,70,000 എന്ന ചെറിയ മാർജിനിൽ പരാജയപ്പെടേണ്ടി വന്നു. വിസ്മൃതി രാഹുലിനെ അവിടെ മത്സരിക്കാൻ വെല്ലുവിളിച്ചിരുന്നു. പേടിച്ചു വിറച്ച് അവിടെ മത്സരിക്കാതെ രാഹുൽ റായ്ബറേലിയിൽ മത്സരിച്ചതുകൊണ്ട് മാത്രം UPയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ വെറും 4 ലക്ഷത്തോളം വോട്ടിന് മാത്രമാണ് കഷ്ടിച്ച് കടന്നുകൂടിയത്. വിസ്മൃതിയുടെ ബയോളജിക്കൽ അല്ലാത്ത ദൈവമാകട്ടെ ND മുന്നണിയിലെ 150ാമത്തെ ചെറിയ ഭൂരിപക്ഷമായ 1,50,000 എന്ന പടുകൂറ്റൻ ഭൂരിപക്ഷത്തിനാണ് ഇന്ത്യയിലെ 2ാമത്തെ വലിയ നേതാവായ അധികമാരും കേട്ടിട്ടില്ലാത്ത അജയ് റായിയെ മുട്ടുകുത്തിച്ചത്. അതിനാൽ വിസ്മൃതി വയനാട്ടിൽ വന്നാൽ ഒരു 6 ലക്ഷത്തിന് പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിലും കൂടാനുള്ള അനന്തമായ സാധ്യതകൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവർ അല്ലെങ്കിൽ ഭക്തർ വിസ്മൃതിയെ വയനാട്ടിലേക്ക് മാടി വിളിക്കുകയാണ്. കോൺഗ്രസിനോടും പ്രിയങ്കയോടും ഒരു കൈപ്പേറിയ മധുര പ്രതികാരം ചെയ്യാൻ.